കോഴിക്കോട് സെക്സ് റാക്കറ്റ് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. അസം സ്വദേശി റഖീബുദ്ദീൻ അൻസാരിയാണ് അറസ്റ്റിലായത്. റിയാസ് KMR വിവരങ്ങളുമായി പങ്കുചേരുന്നു. റിയാസ്, കോഴിക്കോട് സെക്സ് റാക്കറ്റ് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. അറസ്റ്റുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ്? അർജുന, ഏതാനും കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മളെയൊക്കെ നടുക്കിക്കൊണ്ട്, പൊതുവെ എല്ലാവരെയും നടുക്കിക്കൊണ്ട് കോഴിക്കോട് നഗരത്തിൽ ഇങ്ങനെയൊരു സെക്സ് റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. അത് ഈ 17-കാരിയായിട്ടുള്ള അസം സ്വദേശിയായ പെൺകുട്ടി തന്നെ അവിടെ നിന്ന് സാഹസികമായി രക്ഷപ്പെട്ടുകൊണ്ടാണ് ഏകദേശം ഒരു 2 ആഴ്ച മുൻപ് ഈ ഒരു സംഭവം പോലീസിൽ വിവരം അറിയിക്കുന്നതോടുകൂടി പുറത്തു വരുന്നത്. അതിനുശേഷം അതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ പോലീസ് പുതിയ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതും അസം സ്വദേശി തന്നെയാണ്. ഇപ്പോൾ നിലവിൽ നേരത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യപ്പെട്ട ആളുകൾ ഉൾപ്പെടെ 3 പേരും അസം സ്വദേശികളാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായി പിടികൂടിയിരിക്കുന്നത് അസം സ്വദേശിയായിട്ടുള്ള റഖീബുദ്ദീൻ അൻസാരിയാണ്. ഇയാൾ മലപ്പുറം മഞ്ചേരിയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായി പ്രവർത്തിച്ചു വരുന്ന ാണ് ഈ റഖീബുദ്ദീൻ അൻസാരി. ഈ ഒരു സംഭവത്തിലേക്ക് നയിച്ചത് തുടക്കത്തിൽ അറസ്റ്റിലായ ഫുർഖാൻ അലി, അസം സ്വദേശിയായ 26-കാരൻ ഫുർഖാൻ അലി. കേരളത്തിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഈ ഫുർഖാൻ അലി. ഈ ഫുർഖാൻ അലി ഇൻസ്റ്റഗ്രാം വഴി 17-കാരിയായ അസം സ്വദേശിയായിട്ടുള്ള പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. തുടർന്ന് കേരളത്തിൽ മാസം 15,000 രൂപ ശമ്പളത്തിൽ ജോലിയുണ്ട് എന്ന് ജോലി വാഗ്ദാനം ചെയ്യുന്നു. സ്വാഭാവികമായും കുടുംബ പ്രാരാബ്ദങ്ങളുള്ള ആ കുട്ടി കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിലേക്ക് വന്ന് നേരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഒരു ലോഡ്ജിൽ ഈ പെൺകുട്ടിയെ ഫുർഖാൻ അലി പാർപ്പിക്കുന്നു. അപ്പോൾ ഇയാൾ സ്ഥിരമായി ജോലിക്ക് പോകുന്ന സമയത്ത് പുറത്തുനിന്നും പൂട്ടിയാണ് പോകാറുള്ളത്. ഇയാൾ വരുമ്പോൾ മാത്രമാണ് ഈ മുറി തുറക്കാറുള്ളത്. തീരെ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് എത്തിപ്പെട്ട പെൺകുട്ടി അവിടെ പൂർണ്ണമായും ബന്ധനസ്ഥയായി കഴിയേണ്ടി വരുന്നൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ ആ പെൺകുട്ടിയുടെ മൊഴി പ്രകാരം വ്യക്തമാക്കുകയാണെങ്കിൽ ദിവസവും 3-4 പേരാണ് ഈ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നത് എന്ന് ആ പെൺകുട്ടിയുടെ മൊഴിയിൽ വ്യക്തമാക്കുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ അത് 6-7 പേർ എന്നുള്ള രീതിയിലേക്ക് അതിക്രൂരമായ ഒരു പീഡനമാണ് ആ പെൺകുട്ടി അവിടെ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് വയറുവേദനയെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ പെൺകുട്ടിയെ കാണിക്കാനായി ഫുർഖാൻ അലി കൊണ്ടുപോകുന്നു. ഒപ്പം തന്നെ ഇതിനൊക്കെ ഒത്താശ ചെയ്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു, അത്തീമ ഖാത്തൂൻ. അവരെയും നേരത്തെ തന്നെ ഫുർഖാൻ അലിയും ഈ അത്തീമ ഖാത്തൂനെയും നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അന്ന് ഇവർക്കൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയ പെൺകുട്ടി യാദൃശ്ചികമായാണ് അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ കാണുന്നത്. പിന്നീട് ഒരു ദിവസം ഈ ഫുർഖാൻ അലി ഈ വാതിൽ പൂട്ടാൻ മറന്നു പോകുന്നു. ഈ സാധാരണ പോലെ ജോലിക്ക് പോകുമ്പോൾ വാതിൽ പൂട്ടാൻ മറന്നു പോകുന്നു. ഇത് മനസ്സിലാക്കിയ പെൺകുട്ടി അവിടെ നിന്ന് സാഹസികമായി രക്ഷപ്പെട്ട് പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയാണ് ഉണ്ടായത്. തനിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ അവിടെ വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഈ സംഭവം നടന്നത് കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് എന്ന് വ്യക്തമാകുന്നു. അങ്ങനെ കോഴിക്കോട് ടൗൺ പോലീസ് ഇൻസ്പെക്ടർ P ജിതേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായി അന്വേഷിക്കുന്നു. അങ്ങനെയാണ് ഒഡീഷയിലെ ഭദ്രകലിൽ വെച്ച് ഈ ഫുർഖാൻ അലിയെ ആദ്യം പിടികൂടുന്നത്. പിന്നാലെ ഈ അത്തീമ ഖാത്തൂനെ പിടികൂടുന്നത്. ഇപ്പോഴത്തെ മഞ്ചേരിയിൽ വെച്ച് ഈ റഖീബുദ്ദീൻ അൻസാരിയെയും പിടികൂടിയിരിക്കുന്നു. അങ്ങനെ 3 പേരെ ഈ സംഭവത്തിൽ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പിടികൂടിയത് റഖീബുദ്ദീൻ അൻസാരിയാണ്. മഞ്ചേരിയിൽ വെച്ചാണ്, ഒഡീഷ സ്വദേശിയാണ്. ഇനിയും കൂടുതൽ പ്രതികൾ ഈ സംഭവത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അവരെ കണ്ടെത്താനുള്ള ഒരു ഊർജിതമായ അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. അനുജ്, കോഴിക്കോട് നഗരത്തെ ഞെട്ടിച്ച സെക്സ് റാക്കറ്റ് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. അസം സ്വദേശി റഖീബുദ്ദീൻ അൻസാരിയാണ് അറസ്റ്റിലായത്. ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഇനിയും അറസ്റ്റിലാവുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.